പ്രവാസി മലയാളി ഇപ്പോൾ മലബാർ എന്ന പേരിൻ്റെ പിറകെയാണ്. മലബാർ എന്ന പേരിനെ ചുറ്റിപ്പറ്റിയുള്ള പഠനമാണ് ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്നത്. മലബാർ എന്ന് പറഞ്ഞാൽ ഷെരീഫിന് വടക്കൻ കേരളമല്ല, ലോകഭൂപടത്തിൽ പരന്നുകിടക്കുന്ന ഭൂഖണ്ഡത്തേക്കാൾ വലിയ പ്രദേശമാണ്. ദക്ഷിണാഫ്രിക്കയിലെ എലിസബത്ത് മലബാർ പോർട്ടും കാലിഫോർണിയയിലെ മലബാർ ലൈബ്രറിയും അമേരിക്കയിലെ ഒഹിയോ മലബാർ പാർക്കും തുടങ്ങി ഇന്തോനേഷ്യയിലെ മലബാർ അഗ്നിപർവ്വതം വരെ മലബാറിന്റെ പേരിലുള്ള നിരവധി അടയാളങ്ങളിൽപ്പെട്ടതാണെന്ന് ഇദ്ദേഹം പഠനത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. ലോകം സമുദ്ര വഴികളാൽ മാത്രം അറിയപ്പെട്ടിരുന്ന കാലത്ത് പോലും മലബാറിന് ചരിത്രത്തിൽ അതിൻ്റെ സ്ഥാനമുണ്ടായിരുന്നു. അതിനെ ഒന്ന് ഉയർത്തി കാണിക്കുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ശ്രമം. ഗതാഗത സൗകര്യം നാവിക മാർഗത്തിലൂടെ മാത്രമേ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്ത് വളരെ കുറച്ച് പോർട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന സമയത്തും മലബാർ ഒരു പോർട്ടായിരുന്നു. മീൻസ് മലബാർ എന്ന പേരിൽ അത് ഇന്ത്യയിൽ പോർട്ടില്ലെങ്കിൽ അത് ദക്ഷിണാഫ്രിക്കയിൽ പോർട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു പക്ഷേ മുസിരിസിലോ അല്ലെങ്കിൽ തൊണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പേര് നാം സ്വീകരിച്ചിരുന്നെങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഉദ്ധരിച്ച് മലബാർ എന്നാണ് പുറം ലോകങ്ങൾ അറിയപ്പെടുകയുള്ളത്. ഇതുപോലെ കൗതുകമുള്ള നിരവധി കണ്ടെത്തലുകൾ ഉൾക്കൊള്ളുന്ന ഡിസ്കവറി ഓഫ് മലബാർ ന്യൂ ഗ്ലോബലൈസ്ഡ് ഡയമെൻഷൻ എന്ന പുസ്തകവും മലപ്പുറം ജില്ലയിലെ ഈ തിരൂർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. വർഷങ്ങളോളം പഴക്കമുള്ള MV മലബാർ എന്ന കപ്പൽ തകരുകയും അതിൽ വസിച്ചിരുന്നവർ കുടിയേറി പാർത്ത് മലബാർ എന്ന് നാമകരണം ചെയ്ത മലബാർ ഐലൻഡ് ആയാലും ശരി, മലബാർ ഹെഡ്ലാൻഡ് ആയാലും ശരി, അങ്ങനെ ലോകത്തോളം വളർന്ന ഒരു വലിയ ഒരു സംസ്കാരമായിരുന്നു മലബാർ. മലാക്ക പോലത്തെ, അതേപോലെ തന്നെ സുഡാൻ പോലത്തെ, സൗത്ത് ആഫ്രിക്ക, അതേപോലെ തന്നെ അമേരിക്ക, ഓസ്ട്രേലിയ, ഇത്തരം രാജ്യങ്ങളിലുള്ള വിദേശികൾ പറയപ്പെടുന്ന മലബാറും നമ്മുടെ മലബാറും തമ്മിൽ വലിയ അന്തരമുള്ളതായിട്ട് തോന്നും. അവരുടെ നാടുകളിലുള്ള മലബാറിനെ കുറിച്ചാണ് അവർ പറയുന്നതെന്നും നമ്മുടെ നാട്ടിലുള്ള മലബാറിൻ്റെ ആണ് നമ്മുടെ മനസ്സിലുള്ളത് എന്നും ആശയം വരുന്നത്. മലബാർ എന്ന പദത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഷെരീഫിന് ചില നിഗമനങ്ങളുണ്ട്. പണ്ടുകാലത്ത് ഏലവും കുരുമുളകും എല്ലാമായിരുന്നു സമ്പാദ്യങ്ങൾ. ഇവ ധാരാളമായി ലഭിക്കുന്ന ഇടമായിരുന്നു കേരളം. അതിനാൽ അറബിയിൽ ധനം എന്നർത്ഥമുള്ള മാൽ എന്ന വാക്കിൽ നിന്നാണ് പേര് വന്നത് എന്നാണ് ഷെരീഫ് പറയുന്നത്. മാലിയും മലാക്കയും മാലാദ്വീപുമെല്ലാം ഇത്തരത്തിൽ വന്നതാണെന്ന് ഷെരീഫ് പറയും. മലബാർ എന്നത് രാജ്യത്തിന്റെ 34ഓളം രാജ്യങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്നും 50ഓളം രാജ്യങ്ങളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മലബാർ സൂചനകൾ ഉണ്ടെന്നുള്ള അറിവ് എനിക്ക് കിട്ടുന്നത്. അതിനെ അടിസ്ഥാനമാക്കി ഡിസ്കവറി ഓഫ് മലബാർ ന്യൂ ഗ്ലോബലൈസ്ഡ് ഡയമെൻഷൻ എന്ന ഒരു പ്രൊജക്റ്റ് ഞാൻ ഉണ്ടാക്കുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് മുതിരാൻ ഞാൻ തയ്യാറാകുകയായിരുന്നു. കുരുമുളകിനെ ഏറ്റവും വലിയ ഒരു സമ്പത്തിൻ്റെ ഉറവിടമായിട്ട് കാണുകയും കുരുമുളക് തേടി ലക്ഷ്യം വെച്ച് ജനങ്ങൾ യാത്ര തിരിക്കുകയും മല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കുരുമുളകായിരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്ര പണ്ഡിതന്മാരുണ്ട്. ലോകത്ത് മല എന്ന് തുടങ്ങുന്ന ധാരാളം രാജ്യങ്ങളും ദ്വീപുകളും മറ്റു പ്രദേശങ്ങളും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പം മലയുടെ വലിയ ശ്രേണി ആയതുകൊണ്ട് മലബാർ എന്ന പേരിൽ, അഥവാ കുരുമുളകിൻ്റെ ഏറ്റവും വലിയ ശ്രേണി ആയതുകൊണ്ട് മലബാർ എന്നാണെന്ന് പ്രമുഖരായ വലിയ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നിലവിലുണ്ട്. 32 രാജ്യങ്ങളിൽ തീർത്തും മലബാറിൻ്റെ നാമം അവശേഷിക്കുന്നുണ്ട്. 50 രാജ്യങ്ങളിൽ ഇൻഡയറക്റ്റ് ആയിട്ടും കണ്ടെത്താനായിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ മലബാർ അഗ്നിപർവ്വതം, മലബാർ റേഡിയോ സ്റ്റേഷൻ, മലബാർ ബാറ്ററി ഹൌസ്, ഫ്ലോറിഡയിലെ മലബാർ പ്രദേശം തുടങ്ങി ലോക ഭൂപടത്തിൽ ഇടം നേടിയ പ്രദേശങ്ങൾ, സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, സസ്യവർഗ്ഗങ്ങൾ, ജന്തുവർഗ്ഗങ്ങൾ, ഗ്രന്ഥങ്ങൾ, സാഹിത്യകൃതികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥത്തിന്റെ പണിപ്പുരയിലാണ്. അതിനപ്പുറത്തേക്ക് ഇനിയും കണ്ടെത്തിയില്ലെങ്കിലും ഈ കണ്ടെത്തിയ വസ്തുതകളെ ഒരു ക്രോഡീകരിക്കുകയും അതിനെ ഒരു റഫറൻസ് രൂപത്തിലുള്ള ഗ്രന്ഥമായി സൂക്ഷിക്കാനും അതേപോലെ തന്നെ അതിനെ ഒരു ഡോക്യുമെന്റേഷൻ നൽകാനും അത്തരത്തിൽ ഉപരിപഠനത്തിന് ശേഷം ഇതൊരു PhD എടുത്ത് അതൊരു തീസിസായി ഉൾക്കൊള്ളിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. മലബാർ എന്ന പേരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഷെരീഫിനെ അറിയിക്കുക. 00915-150-8211-847 എന്ന മൊബൈൽ നമ്പറിലും mpsherif@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും ഷെരീഫിനെ ബന്ധപ്പെടാം.